1 മില്യണിലധികം ആളുകൾ വർഷം തോറും വിസിറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസസ് ഇൻ ദി വേൾഡ്, അതാണ് ഹോൾസ്റ്റാറ്റ്. ആൽപ്സ് പർവ്വതങ്ങൾക്ക് നടുവിലായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഹോൾസ്റ്റാറ്റ് ലേക്കും അതിൻ്റെ സൈഡിലായിട്ടുള്ള ഹോൾസ്റ്റാറ്റ് വില്ലേജും. ഈ വില്ലേജും ആള് ചില്ലറക്കാരനൊന്നുമല്ല, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് ഹോൾസ്റ്റാറ്റ് വില്ലേജ്. 800 ആളുകൾ മാത്രമാണ് ഹോൾസ്റ്റാറ്റിലെ ഈ കൊച്ചു വില്ലേജിൽ താമസിക്കുന്നത്. ഞങ്ങൾ രാവിലെ ഒരു 9 മണി ആയപ്പോഴേക്കും ഹോൾസ്റ്റാറ്റ് ലേക്കിൻ്റെ അടുത്ത് എത്തിയായിരുന്നു. വെയിലാവുന്നതിന് മുൻപേ ലേക്കിന് ചുറ്റും ഒന്ന് നടന്ന് കാണുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് ഒരുപാട് വെയിലായാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ സമ്മർ ആയാൽ ഇവിടെ ഭയങ്കര ചൂടും, വിൻ്റർ ആയാൽ നല്ല തണുപ്പുമാണ്. ലേക്കിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാനായിട്ട് ഇതേപോലെ സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ അവിടെ ഇറങ്ങിയപ്പോൾ കുറേ അരയന്നങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. നക്ഷത്രക്കുട്ടിക്ക് ഇതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിനിടയ്ക്ക് ഒരു അരയന്നം ചിറകൊക്കെ വിരിച്ച് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഹാപ്പി, അവരും ഹാപ്പി. അങ്ങനെ കുഞ്ഞിയുടെ ഡ്രസ്സ് കടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് ഒരു അരയന്നം വന്നിട്ടുണ്ടായിരുന്നു. അവൾ എൻ്റെ ഡ്രസ്സ് എടുക്കല്ലേ, അച്ഛനെ കടിച്ചു എന്ന് പറയുന്ന വീഡിയോ ഇത്. അങ്ങനെ കുറച്ച് നേരം അവിടെയെല്ലാം ചുറ്റിക്കിറങ്ങി. അപ്പോഴേക്കും അത്യാവശ്യം വെയിലാവാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ ആ ഉച്ച സമയമാണ് ബോട്ട് റൈഡിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് കവേർഡ് ആയിട്ടുള്ള ബോട്ട് എടുത്താൽ വലിയ കുഴപ്പമില്ല, അത്ര ചൂട് നമുക്ക് അനുഭവപ്പെടത്തില്ല. അങ്ങനെ ഞങ്ങൾ പെഡൽ ബോട്ടും ഉണ്ട്, ഇലക്ട്രിക് ബോട്ടും ഉണ്ട്. ഞങ്ങൾ ഇലക്ട്രിക് ബോട്ടാണ് എടുത്തത്, കാരണം പെഡൽ ബോട്ട് എടുത്താൽ ചവിട്ടി ഒരു വഴിയാവും. ഇലക്ട്രിക് ബോട്ടിന് ഇവിടെ അവർ 1 hour 35 euro, അതായത് ഏകദേശം ഒരു 2600 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ കാർ പാർക്കിംഗ് ഉള്ളതുപോലെ ഈ ഹോൾസ്റ്റാറ്റ് വില്ലേജിലെ വീടുകളിൽ ബോട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ റോഡൊക്കെ വരുന്നതിന് ഒത്തിരി മുൻപേ ഈ ഹോൾസ്റ്റാറ്റ് വില്ലേജിലേക്ക് വള്ളങ്ങൾ വഴി മാത്രമായിരുന്നു ഒരു ആക്സസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വള്ളങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വീടിൻ്റെയും ഒരു സൈഡിലായിട്ട് ഒരു ബോട്ട് പാർക്കിംഗ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും. ഈ ലേക്കിൽ നിന്നുള്ള ആൽപ്സിൻ്റെ വ്യൂ ഉണ്ട്, അതൊരു രക്ഷയുമില്ലാത്ത വ്യൂ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഹോൾസ്റ്റാറ്റ് വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഇവിടുത്തെ ബോട്ട് റൈഡ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. കാരണം ബോട്ടിൽ ആ ലേക്കിന് ചുറ്റും ആൽപ്സാണ്, ആൽപ്സ് പർവ്വതനിരകളാണ് കാണുന്നത്. ഭയങ്കര ഭംഗിയാണ് ഈ ആൽപ്സും ഹോൾസ്റ്റാറ്റ് വില്ലേജും എല്ലാം ഈ ബോട്ടിൽ നിന്ന് നമുക്ക് ചുറ്റും കാണാമല്ലോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം പാസഞ്ചർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നക്ഷത്രക്കുട്ടിക്ക് ബോറടിച്ചു തുടങ്ങി. ഇനി നിങ്ങളൊക്കെ മാറിക്കോ, ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഫ്രണ്ടിൽ പോയിരുന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ തുടങ്ങി. ഞങ്ങളുടെ ബോട്ട് പിന്നെ അവിടെ ഇങ്ങനെ വട്ടം ചുറ്റുമായിരുന്നു, ഒരു സൈഡിലേക്കും പോവാതെ ഞങ്ങളിങ്ങനെ വട്ടം ചുറ്റി കളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നടുക്ക് ഒരു അരയന്നവും പെട്ടുപോയി. ഇവരിത് എവിടെ നിന്ന് വന്നടാ എന്നുള്ളൊരു രീതിയിൽ അരയന്നവും ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒന്നെങ്കിൽ എനിക്ക് വഴി തരണം, അല്ലെങ്കിൽ ഇവിടുന്ന് മാറി തരണം. പിന്നെ ഞങ്ങൾ കുറച്ച് അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി ഒക്കെ എടുക്കാൻ നോക്കി. പക്ഷേ അത് വിചാരിച്ച പോലൊന്നും എത്തിയില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ക്ലിപ്സ് ഞങ്ങൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്ക്. ഹോൾസ്റ്റാറ്റിൻ്റെ മറ്റൊരു മെയിൻ അട്രാക്ഷനാണ് ഹോൾസ്റ്റാറ്റ് ചേർച്ച്. ഹോൾസ്റ്റാറ്റ് ചേർച്ചാണ് ഈ കാണുന്നത്. ഹോൾസ്റ്റാറ്റിൻ്റെ പോസ്റ്റ് കാർഡ് വ്യൂസൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ചേർച്ചും ലേക്കും ആൽപ്സും കൂടെ വരുന്ന ഒരു ഫോട്ടോ ആണ് ഹോൾസ്റ്റാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത്. ട്രെയിനിൽ ഹോൾസ്റ്റാറ്റിലേക്ക് വരുന്നവർക്ക് ഒരു ബോട്ട് സർവീസ് ഉണ്ട്. ഡയറക്റ്റ് ഹോൾസ്റ്റാറ്റ് ലേക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വന്ന് ഇറങ്ങാൻ പറ്റും. ആ ബോട്ടാണ് ഈ കാണുന്നത്, ഈ വലിയ ബോട്ട്. ഡയറക്റ്റ് അവിടുന്ന് ഹോൾസ്റ്റാറ്റ് ലേക്കിലേക്കുള്ളൊരു ബോട്ട് സർവീസാണ്. ഞങ്ങൾ ഹോൾസ്റ്റാറ്റിലല്ലായിരുന്നു അക്കോമഡേഷൻ എടുത്തത്. കാരണം ഈ സീസൺ ആകുമ്പോൾ ഹോൾസ്റ്റാറ്റിൽ അക്കോമഡേഷൻസ് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വില്ലേജായ ഗസൗസിയിലായിരുന്നു ഞങ്ങൾ Airbnb ബുക്ക് ചെയ്ത്. നമ്മുടെ വീട് ഞാൻ തോന്നി കാണിച്ചിട്ടേ, അവിടെ എവിടെയായിരുന്നു നമ്മൾ നിന്നത്, കണ്ടോ? ഈ ലേക്ക് ചുറ്റിയാണ് നമ്മൾ പോയത്. അവിടെ എവിടെയോ നമ്മൾ നിന്നത്.
അങ്ങനെ അവിടെ ഞങ്ങൾ കാറിലാണ് പോയത്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഏകദേശം ഒരു 20 മിനിറ്റ് അത്രേ എടുക്കുള്ളൂ. അപ്പോൾ ഹോട്ട്സ്റ്റാറ്റിൽ വരുന്നവരുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറ്റിൽ അക്കോമഡേഷൻ എടുക്കാതെ തൊട്ടടുത്ത വില്ലേജിലൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചീപ്പ് റേറ്റിൽ നമുക്ക് അക്കോമഡേഷൻ കിട്ടും. ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഹോൾസ്റ്റാറ്റിന്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഉപ്പുഖനി, അതായത് 3000 വർഷം പഴക്കമുള്ള ഉപ്പുഖനി ഹോൾസ്റ്റാറ്റിലാണുള്ളത്, അതും ആൽപ്സ് പർവ്വതങ്ങൾക്ക് മുകളിൽ. ഹോട്ട്സ്റ്റാറ്റിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസസിൻ്റെ വീഡിയോ അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.